ഇവര് പറഞ്ഞതല്ല ഞങ്ങൾ കേട്ടു. കേട്ടു. മരിച്ചതിൽ പ്രശ്നമില്ല എന്ന് ചില ആൾക്കാരോട് പറയുന്നു. അത് ഞങ്ങൾക്ക് അതിലൊരു അമർഷമുണ്ട്. ഒന്നത്. രണ്ടാമത് ഈ മുണ്ടത്തിക്കോട് നടന്ന അപകടം ഒരു പാടത്താണല്ലോ സംഭവം നടന്നത്. ഈ പാടത്ത് എന്തെല്ലാം സുരക്ഷാ പാടത്തിന്റെ കരയില എന്തെല്ലാം സുരക്ഷാ മാനദണ്ഡം അവിടെ പാലിച്ചിട്ടുണ്ട് നോക്കാനുള്ള ബാധ്യത ഈ അമ്പലങ്ങൾക്കുണ്ട്. ആ പൂരത്തിന്റെ ഉടമസ്ഥർക്കുണ്ട്. ആ ലൈസൻസിലെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ. അവിടെ 3-4 ഷെഡ് പണിതിട്ടാണ്, വെറുതെ ഓരോ വെച്ച ഷെഡിലാണോ ഇതുണ്ടാക്കണേ? ഷെഡ് പണിതിട്ടാണ് അവിടെ ഇത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഷെഡിൽ കുറച്ച് ആളുകൾ നടന്നിരുന്നു. ഇപ്പോഴോ ഈ അപകടം ഉണ്ടായപ്പോ ഷെഡിൽ തന്നെയായിരുന്നു. ചേച്ചി ഷെഡിലായിരുന്നോ? വീഡിയോ ഉണ്ടല്ലോ. ഷെഡിന്റെ എല്ലാം പുറത്തിരുന്നു. എല്ലാം പുറത്ത് ഷെഡിലായിരുന്നു. ഷെഡിന്റെ ഉള്ളിലല്ല. ഗിരീഷ് കുമാർ അയാൾ പറഞ്ഞ ബഹുമാനപ്പെട്ട അങ്ങോട്ട് പറഞ്ഞു. പേരെന്താ അങ്ങയുടെ? സേവിയറിന്റെ പ്രശ്നം അറിയോ? അതായത് തിരുവമ്പാടിയും പാറമേക്കാവും ഇതിന് മറുപടി പറയണം എന്നല്ലേ പറഞ്ഞു. അതായത് വ്യക്തമായിട്ട് പറയാം, അങ്ങോട്ട് പറയുന്നത് ഷെഡിലാവണോ പണിതരുതെന്ന്. പിന്നെ ഷെഡിലുള്ള എവിടെയാ പണിയത്? അല്ല, കോൺക്രീറ്റ് കെട്ടിടത്തിൽ പണിയുന്ന എവിടെ നിയമമില്ല. ഇല്ല. ഈ നിയമാനുസൃതമായ കോൺക്രീറ്റ് കെട്ടിടത്തിലാണെങ്കിൽ ഇതിലും വലിയ അപകടങ്ങൾ അതിടിച്ചു പൊളിഞ്ഞു. താൽക്കാലിക ഷെഡിലാണോ? അതായത് അതിന്റെ ചുറ്റളവ് ആ ഉണ്ടാക്കുന്ന പ്രെമിസസിന്റെ ചുറ്റളവില് ഇത്ര ദൂരം വീടുകൾ ഉണ്ടാവാൻ പാടില്ല, മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇത് പാടത്തിന്റെ നടുവിലാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിയമാനുസൃതമായ എല്ലാ രേഖകളും കിട്ടിയ ആൾക്കാണ് തിരുവമ്പാടി ദേവസ്വം കരാറ് വെക്കുന്നത്. തിരുവമ്പാടി ദേവസ്വം അവിടെ പണിയുന്നില്ല. തിരുവമ്പാടി ദേവസ്വത്തിന്റെ മാത്രം വെടിക്കെട്ടല്ല, അങ്ങോട്ട് പല ക്ഷേത്രങ്ങളിൽ പല പള്ളികളിൽ ആ വെടിക്കെട്ട് എടുക്കുന്നുണ്ട്. അയാളൊരു ലൈസൻസിയാണ്. തിരുവമ്പാടി ദേവസ്വം അങ്ങോരുമായിട്ട് ഒരു എഗ്രിമെന്റ് വെക്കുന്നു. അങ്ങോരെ പ്രമിസസിന് എല്ലാവിധ രേഖകളുണ്ട്. എല്ലാവിധ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള എല്ലാവിധ രേഖകളുണ്ട്. കുറെ നേരമായിട്ട് പറഞ്ഞു ആചാരം എന്ന് പറഞ്ഞു. എന്ന് മുതലാണ് ഈ ആചാരം തുടങ്ങിയത്? നിങ്ങൾക്കൊരു കൂടിപ്പോയി പറഞ്ഞു കഴിഞ്ഞാൽ 200 കൊല്ലത്തെ ഞാൻ മുഴുവൻ പറയട്ടെ. ആചാരം ഇല്ലാത്തതിന്റെ തെളിവ് അങ്ങനെ തരട്ടെ. ആചാരം ഇല്ല എന്നുള്ളതിനല്ല, ആചാരം ഉണ്ടായിരുന്നു. ഒരു കാര്യം ഇല്ല എന്നുള്ളതിനല്ല, ഉണ്ടായിരുന്നു എന്നുള്ളതിനാണ് തെളിവ് തരേണ്ടത്. പിന്നെ നിങ്ങൾ എത്ര പേര് പോയാലും ഒരു 200 കൊല്ലത്തെ പഴക്കമേ നിങ്ങളുടെ ആചാരത്തിന്റെ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതുപോലെ തന്നെ പല ആചാരങ്ങളും ഇതുപോലെ സതി, അയിത്തം, അടിമത്തം, മുത്തലാഖ്, ഇങ്ങനെ പല ആചാരങ്ങളും നിർത്തലാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതും നിർത്തലാക്കാം. അതുപോലെ സംഭവിക്കില്ല. നിർത്തലാക്കണം. ഇതിന്റെ പിന്നിൽ ശക്തികൾ ആരാണെന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടത്.